എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടിൻ്റെ എനർജി സെൻറ്റർ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് പൂജാമുറിയാണ്. ഇത് ശരിയായ രീതിയിൽ പണിതാൽ വീട്ടിൽ മുഴുവൻ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സാധിക്കും. പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്ക് മൂലയാണ്. ഇതിനെ ഈശാനകോൺ എന്ന് വിളിക്കുന്നു. വടക്ക് കിഴക്ക് പറ്റില്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തും പണിയാം. വീടിൻ്റെ തെക്ക് ഭാഗത്തോ സൗത്ത് വെസ്റ്റ് ഭാഗത്തോ പൂജാമുറി പണിയരുത്. റൂമിനുള്ളിൽ വിഗ്രഹങ്ങളും ഫോട്ടോകളും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ വെക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മുഖം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. വിഗ്രഹങ്ങൾ ഭിത്തിയോട് ചേർത്തൊട്ടിച്ച് വെക്കരുത്. ഭിത്തിയിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. എനർജി ഫ്ലോ ചെയ്യാൻ വേണ്ടിയാണിത്. ദൈവത്തിൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒരിക്കലും തറയിൽ നേരിട്ട് വെക്കരുത്. ഒരു തടിയിലോ മാർബിളിലോ പണിത പീഠത്തിന് മുകളിൽ വേണം വെക്കാൻ. വിഗ്രഹങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിൽ വെക്കരുത്. പൂജാ യൂണിറ്റിൻ്റെ മുകളിൽ ഒരു പിരമിഡ് അല്ലെങ്കിൽ ഗോപുര ഷേപ്പ് നൽകുന്നത് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാൻ സഹായിക്കും. പൂജാമുറിക്ക് 2 പാളികളുള്ള വാതിലാണ് ഉത്തമം. വാതിലിൽ ചെറിയ ദ്വാരങ്ങളോ അല്ലെങ്കിൽ അഴികളോ നൽകുന്നത് നല്ലതാണ്. ഇത് വായു സഞ്ചാരത്തിനും എനർജി ഫ്ലോയ്ക്കും സഹായിക്കും. പൂജാമുറിയുടെ വാതിലിന് താഴെ ഒരു ചെറിയ ഉമ്മറപ്പടി വെക്കുന്നത് നെഗറ്റീവ് എനർജി, പ്രാണികൾ എന്നിവ അകത്തേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കും. പൂജാ മണ്ഡപം പണിയാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തടി തന്നെയാണ്. തടിക്ക് പോസിറ്റീവ് എനർജിയെ പിടിച്ചു നിർത്താൻ കഴിവുണ്ട്. വൈറ്റ് മാർബിൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. എന്നാൽ കറുത്ത ഗ്രാനൈറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അലുമിനിയം, ഇരുമ്പ് എന്നിവ പൂജാമുറിയിൽ മാക്സിമം ഒഴിവാക്കുക. പൂജാമുറി എപ്പോഴും നല്ല വെളിച്ചമുള്ളതായിരിക്കണം. പക്ഷേ കണ്ണിന് കുളിർമ നൽകുന്ന വെളിച്ചമായിരിക്കണം. വോം യെല്ലോ ലൈറ്റുകളാണ് ഏറ്റവും നല്ലത്. ഇതൊരു ഡിവൈൻ ഫീൽ നൽകും. പൂജാമുറിയിൽ എപ്പോഴും ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് സൗത്ത് ഈസ്റ്റ് മൂലയിൽ വെക്കുന്നതാണ് ഉത്തമം. പൂജാമുറിയിൽ ഒരിക്കലും ഡാർക്ക് കളറുകൾ അടിക്കരുത്. മനസ്സിന് ശാന്തത കിട്ടുന്ന നിറങ്ങൾ വേണം ചൂസ് ചെയ്യാൻ. വെള്ള, ഇളം മഞ്ഞ, ക്രീം, ലൈറ്റ് ബ്ലൂ എന്നിവ. കറുപ്പ്, ഡാർക്ക് ബ്ലൂ, ചുവപ്പ് എന്നീ നിറങ്ങൾ ഭിത്തിയിൽ അടിക്കരുത്. സീലിംഗ് പ്ലെയിൻ ആയിരിക്കുന്നതാണ് നല്ലത്. സീലിംഗിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ത്രികോണാകൃതിയിൽ ചെയ്യുന്നത് എനർജി കൂടാൻ സഹായിക്കും. ശ്രദ്ധിക്കുക, പൂജാമുറിയുടെ സീലിംഗിന് മുകളിൽ സ്റ്റോറേജ് ലോഫ്റ്റുകൾ പണിത് വേണ്ടാത്ത സാധനങ്ങൾ കയറ്റി വെക്കരുത്. ഇത് ദൈവത്തിന് മുകളിൽ ഭാരം വെക്കുന്നത് പോലെയാണ്. വീട് പണിയുമ്പോൾ ഈ തെറ്റുകൾ പറ്റാതെ നോക്കുക. സ്ഥലപരിമിതി കാരണം പലരും സ്റ്റെയർ കേസിന് അടിയിൽ പൂജാമുറി പണിയാറുണ്ട്. ഇത് വാസ്തുപ്രകാരം വളരെ തെറ്റാണ്. നമ്മൾ ചവിട്ടി നടക്കുന്ന സ്ഥലത്തിന് അടിയിൽ ദൈവം ഇരിക്കാൻ പാടില്ല. പൂജാമുറിയുടെ ഭിത്തിയും ബാത്റൂമിൻ്റെ ഭിത്തിയും ഒന്നായി വരാൻ പാടില്ല. അതുപോലെ ബാത്റൂമിന് നേരെ എതിർവശത്തും പൂജാമുറി വരാൻ പാടില്ല. മാസ്റ്റർ ബെഡ്റൂമിൽ പൂജാ യൂണിറ്റ് വെക്കുന്നത് ഒഴിവാക്കുക. ഇനി സ്ഥലമില്ല എങ്കിൽ ബെഡ്റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു കേർട്ടനിട്ട് വേർതിരിച്ച് വെക്കാം. പക്ഷേ കാൽ ഭാഗത്തേക്ക് വെക്കരുത്. മരിച്ചുപോയ പൂർവികരുടെ ചിത്രങ്ങൾ ദൈവത്തിൻ്റെ കൂടെ വെക്കരുത്. അത് പൂജാമുറിയിൽ വെക്കാൻ പാടില്ല എന്നാണ് വാസ്തു പറയുന്നത്. അത് ഹാളിൻ്റെ തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ വെക്കാം. ഉടഞ്ഞതോ പൊട്ടിയതോ ആയ വിഗ്രഹങ്ങളോ ഫോട്ടോകളോ പൂജാമുറിയിൽ വെക്കരുത്. അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. ലെതർ ബാഗ്, പേഴ്സ്, ബെൽറ്റ് എന്നിവ പൂജാമുറിയിൽ കയറ്റരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൂജാമുറി ഒരു പോസിറ്റീവ് എനർജി സോഴ്സായി മാറും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.